മദ്യനയ കേസിൽ ഇ.ഡി. അറസ്റ്റ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കെജ്രിവാളിനെ ഓൺലൈൻ വഴി ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഹാജരാക്കിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി CBC ജോസഫ് ചേരുന്നു. സിബി, ഹൈക്കോടതിയാണ് നേരത്തെ ദില്ലി ഹൈക്കോടതിയാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമപരമാണെന്ന് വിധിച്ചത്. ഇപ്പോൾ അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? നിലവിൽ വാദം ആരംഭിച്ചോ? സിജു, സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്തയിലടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഈ ഒരു അപ്പീൽ പരിഗണിക്കുകയും ചെയ്യും. ഈ ഇ.ഡിയുടെ അറസ്റ്റും റിമാൻഡും ശരിവെച്ച ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഇത്തരത്തിലൊരു അപ്പീലുമായി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഏറെ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് കെജ്രിവാൾ നേരിട്ടത്. പ്രത്യേകിച്ച് ഈ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് പറയാനാവില്ല എന്നുള്ളതായിരുന്നു ദില്ലി ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം. മാത്രമല്ല, കെജ്രിവാളിന് കൃത്യമായ തെളിവുണ്ടെന്നെല്ലാം തന്നെയും ഇതിൽ മാപ്പ് സാക്ഷികളെ അവഗണിക്കാൻ കഴിയില്ല എന്നും ദില്ലി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇ.ഡിയുടെ പൂർണ്ണമായ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടായിരുന്നു ദില്ലി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത്തരത്തിലൊരു അനുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ ഒരു ഹൈക്കോടതിയിലെ തെറ്റായ അനുമാനങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു അപ്പീലുമായി കെജ്രിവാൾ ഇങ്ങനെ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും സുപ്രീം കോടതിയിൽ അല്പസമയത്തിനകം തന്നെ ഈ കേസ് പരിഗണിക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, അതോടൊപ്പം തന്നെ ദീപങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഒരു അപ്പീൽ പരിഗണിക്കുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി, ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ വിർച്വലായി അല്ലെങ്കിൽ ഓൺലൈൻ വഴി കെജ്രിവാളിനെ വിചാരണ കോടതിയായ ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് പരിഗണിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാവേരി ജാമ്യ കാലാവധി കസ്റ്റഡി കാലാവധിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ ഇനിയും പിന്നീട് പരിഗണിക്കും. അതാണല്ലോ. തീർച്ചയായും ഇന്നിപ്പോൾ ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ വെർച്വലായിട്ട് ഹാജരാക്കിയത് ഈ ഒരു ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഏപ്രിൽ 15 വരെയായിരുന്നു. ഇന്നിപ്പോൾ ആ കസ്റ്റഡി കാലാവധി അവസാനിച്ച് തുടർന്നാണ് അവിടെ ഹാജരാക്കിയത്. അതേസമയം തന്നെയാണ് ഈ ദില്ലി ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ വിധി വരാനിരിക്കുന്നത്. അത് ഏറെ നിർണായകം തന്നെയാണ്. ഒരുപക്ഷെ അപ്പീൽ അല്ലെങ്കിൽ അത്തരത്തിൽ കെജ്രിവാളിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായാൽ പിന്നീട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ദില്ലി മദ്യനയ കേസിൽ കെ കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി 23 വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി. ഇന്നിപ്പോൾ ദില്ലി മദ്യനയ കേസിൽ അറസ്റ്റിലായ കവിത കഴിഞ്ഞ 3 ദിവസമായി CBIയുടെ കസ്റ്റഡിയിലായിരുന്നു. CBIയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചെ തുടർന്ന് ഇന്നിപ്പോൾ ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ കവിതയെ രാവിലെ ഹാജരാക്കി. പിന്നീട് 8 ദിവസത്തേക്ക്, അതായത് ഏപ്രിൽ 23 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വീണ്ടും കവിതയെ വിട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും CBI ചൂണ്ടിക്കാട്ടുന്നത് ഈ അന്വേഷണത്തോട് പൂർണ്ണമായും കവിത സഹകരിക്കുന്നില്ല. 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വിടണമെന്നൊരു ആവശ്യമാണ് CBI ഉന്നയിച്ചത്. എന്തായാലും 8 ദിവസത്തേക്ക് ഇപ്പോൾ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കവിത പോയിരിക്കുകയാണ്. ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കവിതയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 23 വരെ നീട്ടി. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും.